നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. മുതലപ്പുഴയിലും നീണ്ടകരയിലും കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി 10ാം ദിവസവും തെരച്ചിൽ. ദൌത്യത്തിന് നാവികസേനയുടെ INS കൽപ്പേനി കപ്പലും സ്കൂബ ടീമും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ അഭ്യർത്ഥനയിൽ ഒറ്റ രാത്രി കൊണ്ട് നേവിക്കായി നീണ്ടകരയിൽ ഹെലിപാഡ് ഒരുക്കി മാതാ അമൃതാനന്ദമയി മഠം. സർക്കാർ സംവിധാനങ്ങളിൽ വീഴ്ചയെന്ന പ്രതിപക്ഷ ആരോപണം തള്ളി മുഖ്യമന്ത്രി. പിണറായി വിജയന്റെ കാലത്ത് കടലിൽ കാണാതായത് 148 പേരെയെന്ന് VD സതീശൻ. ആഭ്യന്തരമന്ത്രിയെയും സർക്കാർ സംവിധാനങ്ങളെയും വെല്ലുവിളിച്ച കേസിൽ അർജുൻ ആയങ്കി റിമാൻഡിൽ. പുലർച്ചെ പിടികൂടിയത് കണ്ണൂരിൽ അഭിഭാഷകയെ കാണാനെത്തിയപ്പോൾ. അർജുൻ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയെന്ന റിമാൻഡ് റിപ്പോർട്ട്. ജാമ്യം കിട്ടിയാൽ നിസാരവൽക്കരിച്ച് കുറ്റങ്ങൾ ആവർത്തിക്കും. ആഭ്യന്തരമന്ത്രിക്കെതിരെ പോസ്റ്റിട്ട ഫോൺ കണ്ടെത്താൻ കസ്റ്റഡിയിൽ വേണമെന്നും ആവശ്യം. അർജുനെതിരെ കാപ്പ ചുമത്തിയേക്കും. നിയമത്തെ വെല്ലുവിളിച്ചാൽ ശക്തമായ നടപടിയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഡൽഹിയിൽ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ വെടിവെക്കണമെന്ന് പറഞ്ഞ് RSS സൈദ്ധാന്തികൻ TG മോഹൻദാസിന്റെ വീട്ടിൽ പോലീസ് പരിശോധന. TG മോഹൻദാസിന്റെ കൊച്ചി മട്ടാഞ്ചേരിയിലുള്ള വീട്ടിലെത്തിയത് തിരുവനന്തപുരത്ത് നിന്നുള്ള സൈബർ പോലീസ് സംഘം. മോഹൻദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംസ്ഥാനത്തെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കില്ല. കേന്ദ്ര പ്രോട്ടോകോൾ സംസ്ഥാനം പിന്തുടരില്ല. ആലാപന ഉത്തരവിൽ ചീഫ് സെക്രട്ടറിയെ തള്ളി മന്ത്രി K മുരളീധരൻ. കേരളത്തിൽ വന്ദേമാതരം 2 വരി മാത്രമേ ആലപിക്കൂ എന്ന മന്ത്രി. മുഴുവൻ ആലപിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടില്ല എന്ന് ലോക്ഭവൻ. സ്വാതന്ത്ര്യദിന ക്വിസിൽ VD സവർക്കറെ പുകഴ്ത്തിയ വിവാദ ചോദ്യാവലി സംഭവത്തിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തത് കാസർഗോഡ് പള്ളത്തടുക്ക AUP സ്കൂൾ അധ്യാപകൻ ഗുരുപ്രസാദിനെ. എറണാകുളം പിറമാടം സെന്റ് ജോൺസ് ബെത്ലഹീം ഓർത്തഡോക്സ് പള്ളിയിൽ സംഘർഷം. ആരാധനയ്ക്കെത്തിയ ഓർത്തഡോക്സ് വൈദികനെ കയ്യേറ്റം ചെയ്തു. വൈദികൻ ആരാധനയ്ക്കെത്തിയത് കോടതി ഉത്തരവ് അനുകൂലമായതിനാൽ പള്ളി പോലീസ് ഏറ്റെടുത്തു. FCRA ഭേദഗതി ബില്ലിന്മേൽ പാർലമെന്റിൽ ബുധനാഴ്ച ചർച്ച. സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗിക രേഖകളിൽ കേരളം ആക്കുന്നതുൾപ്പെടെയുള്ള 4 ബില്ലുകളും നാളെ പരിഗണനയ്ക്ക്. CJP സമരത്തിലെ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ മറുപടി നൽകുന്നതുവരെ പ്രതിഷേധം തുടരാൻ ഇന്ത്യ സഖ്യം. പരീക്ഷയിലെ സുരക്ഷ ഉറപ്പാക്കാൻ NTA. ഏജൻസിയിൽ വൻ അഴിച്ചുപണി. CBI, ED, IB സംഘങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കും. രാജ്യത്ത് യുവാക്കളുടെ വികാരം ഉൾക്കൊള്ളാൻ പാർട്ടിക്കായില്ല എന്ന തരൂരിന്റെ വിമർശനം തള്ളി കോൺഗ്രസ്. പ്രക്ഷോഭത്തിന് വഴിതെളിയിച്ചത് രാഹുൽ ഗാന്ധിയെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ. പരീക്ഷാക്രമക്കേട് ആദ്യം ഉന്നയിച്ചത് രാഹുലെന്നും തരൂരിന് മറുപടി. ശ്രീലങ്ക ക്രിക്കറ്റ് 11-മായുള്ള സനാഹ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 6 വിക്കറ്റ് ജയം. 207 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യ 2ാം ഇന്നിംഗ്സിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 214 റൺസ് എടുത്തു. അവസാന ഓവറിൽ 3 സിക്സ് അടിച്ച് സിറാജാണ് ഇന്ത്യയ്ക്ക് ജയം സമ്മാനിച്ചത്. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.